ഓ, ഇതിനും ഭേദം ഐസംകാട്ടിൽ ഇറങ്ങി നിൽക്കുന്നതായിരുന്നു എന്റെ കർത്താവേ. നീ എന്താ നീ രാവിലെ തന്നെ കർത്താവിനെ വിളിക്കണത്? എന്താണെന്ന് അറിയണോ? ഇപ്പൊ പറഞ്ഞു തരാമേ. നീ എന്തിനാ എന്നെ കുളത്തിൽ തള്ളിയിട്ടത്? നീയല്ലേ ചോദിച്ചത് എന്തിനാ കർത്താവിനെ വിളിച്ചെന്ന്? അതിനുള്ള ഉത്തരാണ് ഇത്. ഓരോരോ ആചാരങ്ങൾ. ഈ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ എനിക്ക് വയ്യ. ഞാൻ പോയി റൂമിൽ കുളിച്ചോളാം. അക്കു, എടി കോപ്പി, മുങ്ങി നിൽക്കാതെ കയറി വാ. ഒന്നാമത് നല്ല തണുപ്പാണ്, അതിനിടയിലാണ് അവളുടെ ഒരു മുങ്ങിക്കുളി. അക്കു ഡാ, ചുമ്മാ കളിക്കാതെ കയറി വന്നേ. എടി സത്യോട്ട് എനിക്ക് പേടിയാവുന്നു കേട്ടോ. പേടിച്ചു പോയോ എന്റെ നിവീസേ? മോശം. എന്നാലും ഇങ്ങനെയൊക്കെ കരഞ്ഞു വിളിക്കാമോ? ഒന്നിനെങ്കിലും എനിക്ക് നന്നായിട്ട് നീന്തൽ അറിയാമെന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? പട്ടി പറ്റിച്ചതാണല്ലേ നീ. എന്തിനാ പറ്റിച്ചേ? എന്നെ കുളത്തിൽ ചാടിച്ചിട്ട് നീ റൂമിൽ പോയി കുളിച്ചാൽ എങ്ങനെയാടി? അതുകൊണ്ടാ ഇപ്പൊ നീ നനഞ്ഞല്ലോ. ഇനി പോയി കുളിച്ച് കയറടി. ആ, അങ്ങനെ അങ്ങ് പോയാലോ? ഒന്നും കൂടി കുളിച്ചിട്ട് പോവാം. പട്ടി, അധികം നിക്കണ്ട. നമ്മൾ പോയിട്ട് വേണം അവന്മാർക്കും അനുശേട്ടനും ഇങ്ങോട്ട് വരാൻ. ആർക്ക് വരാനെന്ന്? അവളുടെ ഒരു കേട്ടൻ. കുളിച്ചിട്ട് കേറാൻ നോക്കടി. ഓയ് പിള്ളേരെ, എന്നെ കൊണ്ടാണ്ട് ഇപ്പൊ പോന്നോ? ഞാൻ വന്നായിരുന്നു ചേച്ചി, നിങ്ങൾ ഇട്ടിട്ടില്ലായിരുന്നു. അതാ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ പോന്നത്. വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കുറെ നേരമായില്ലേ, ഇനി കേറിക്കേ. ഞാൻ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്. ആരായിരിക്കും? അമ്മൂച്ചി, നീ ആയിരുന്നോ? കയറി വാ. അതിന് നീ ഡോറ് തുറന്നാലല്ലേ വരാൻ പറ്റൂ. കടന്നു വരൂ. ഒരു മാറ്റവുമില്ലല്ലോ നിന്റെ മുറിക്ക്. അമ്മൂസ് എന്തിനാ വന്നേ? അല്ല, ഇതെന്താ കയ്യിൽ? ഇത് നിനക്കുള്ള ഡ്രസ്സാണ്. മേലേക്കാവിൽ പോകുമ്പോൾ ഇടാൻ മുത്തി തന്നതാണ്. ഇത് എന്റെ കയ്യിൽ തരാൻ പറ്റില്ലല്ലേ മുത്തിക്ക്? അത്രയ്ക്കും വെറുത്ത് കാണും അല്ലേ അമ്മേച്ചി? അങ്ങനെയൊന്നുമില്ല അക്കോ, നിന്നോട് മിണ്ടണമെന്നുണ്ട് മുത്തിക്ക്. പക്ഷെ ഇതിനെ ഫേസ് ചെയ്യാൻ മടി കാണുമടാ. നീ എന്തായാലും മുത്തിയുടെ അടുത്ത് പോയി സംസാരിക്ക്. പോയി വന്നിട്ടാകാം. ഇത് എന്തു ഡ്രസ്സാണ് അമ്മേച്ചി? നീ തന്നെ നോക്ക്. ചേച്ചി പോയി ഒരുങ്ങട്ടെ. 6 മണിക്ക് ഇറങ്ങണമെന്നാ പറഞ്ഞേ. ആ ശരി. എന്നാൽ ഇനി ഇതിനകത്ത് എന്താണാവോ? അളിയ അൻഷി, ഒന്ന് എനിക്കടാ. സമയം എത്രയായിന്നാ കരുതുന്നേ? നിനക്ക് അമ്പലത്തിൽ പോവേണ്ടേ? ഇന്ന് വേണ്ട, അടുത്ത ബുധനാഴ്ച പോവാൻ ട്രിപ്പ്. നീ ഇപ്പൊ പോയി കിടന്നുറങ്ങുക ദർശു. അളിയ ഒന്ന് എഴുന്നേക്കടാ. എന്താ ദർശു, അവൻ എന്തിനാ വിളിച്ചെഴുന്നേപ്പിക്കണേ? ഇപ്പൊ ടൈം 5 ആയുള്ളൂ. 5 മണ്ട, 5:30. ഇനിയെങ്കിലും ഇവൻ എനിട്ടില്ലെങ്കിൽ 6 മണിക്ക് അമ്പലത്തിൽ പോകൂല. അൻഷി, എഴുന്നേക്കടങ്ങാട്. അയ്യോ, ഞാൻ കടലിൽ വീണേ. വേറൊന്നുമല്ല ഗൈസ്, വിളിച്ചിട്ടും ഒരു പരുവമായപ്പോൾ ഡെങ്കിലിരുന്ന വെള്ളം എടുത്ത് അൻഷിയുടെ മണ്ടക്കൊഴിച്ചു. കൂടെ ദർശുവിന്റെ ഒരു ചവിട്ടും കൂടി ആയപ്പോൾ അൻഷി ചെറുതായൊന്ന് ടൈൽദേവിയെ വന്ദിച്ചു. എന്തിനാണ് ഇപ്പൊ എന്റെ മണ്ടക്ക് വെള്ളം കമത്തിയത്? അത് പോരാഞ്ഞിട്ട് കൂടെ ഒരു ചവിട്ടും. ഇതിന്റെയൊക്കെ സ്പോൺസേഴ്സ് ആരാണെന്ന് ഇപ്പൊ പറഞ്ഞോ? ഗപ്പിപ്പ തരാം. അത് ദേ ഇവനാണളിയ. ഞാനൊന്നും ചെയ്തില്ല, പാവം ഞാൻ. പട്ടി. സോറി അളിയ. അപ്പൊ നീയാണ്. അത് പിന്നെ ഞാൻ മാത്രല്ല, ഇവനും ഉണ്ട്. ഓ, എന്നാ അവനിട്ട് ആദ്യം. നീ ഇവിടെ നില്ല്. അളിയ, കൊല്ലരുത്. എനിക്ക് 2 കൊടുക്കാനുണ്ട്. പാട്ടി കൂട്ടത്തിൽ നിന്നിട്ട് നൈസായിട്ട് പണിയാൻ നോക്ക. കൊല്ലില്ലേടാ. ഒരു കാര്യം പറയട്ടെ, നീ അങ്ങോട്ടൊന്ന് നോക്കിയ അൻഷി, ടൈം എത്രയായെന്ന്? എത്രയായി? മഹാദേവ, 5:40. എടാ, ഇത്തിരി നേരത്തെ വിളിച്ചൂടെ? ഇനി നിന്നാൽ 6 എന്നുള്ളത് 7 or 8 ആകും. നിനക്കുള്ളത് വന്നിട്ട് തരാട്ടാ. തൽക്കാലം രക്ഷപ്പെട്ടു. ഡാ, അയ്യോ, രക്ഷപ്പെട്ടില്ലേ? നോക്കണ്ടളിയ, ഞാൻ നാട് വിട്ടു. നിക്കടവിടെ. എന്നെ നിവി, നീ അവിടെ എന്തെടുക്കുക? ടൈം പോകുന്നു. വരുന്നട ജിത്തു, വെയിറ്റ്. നറുമുഖയേ നറുമുഖയേ, നീയൊരു നാഴിക നില്ലായി. സിംഗന ഊറിയവായി തിരുന്ന് നീയൊരു തിരുമൊഴി சொல்லாய். ഒറ്റ തിങ്കളന്നിലവിൽ നക്ഷത്രല നീർ വഴിയ കൊച്ച പൊയ്കയാടിയവൾ
അറ്റത്തിങ്കളന്നിലവിൽ നെറ്റ് തരള നീർ വഴിയ കൊച്ച പൊയ്കയാടിയവൾ നീയ. ആരിത്? കാവിലെ ഭഗവതിയോ? അല്ലെന്ന് തോന്നാൻ മാഷിക്ക് നേരത്തെ കണ്ട പരിചയമൊന്നുമില്ലല്ലോ. സത്യം, ആ വാക്കുകൾ എന്റെ പൊന്നു ജിത്തു, 6-ാം തൊപ്പര നമുക്ക് വന്നിട്ട് കളിക്കാം. ഇപ്പൊ തീരെ ടൈമില്ല, നീ വാ. അത് ശരിയാ, വാ പോകാം. കാവിലെ ഭഗവതി എങ്ങോട്ടാ? വേദേ വേണ്ടാട്ടോ. ഓ ശരി, പോവാം. അക്കു എവിടെ? അവളെ വിളിച്ചില്ലേ? അക്കു, നീ വരുന്നില്ലേ? നിവീസേ, ഞാൻ വന്നേക്കാം, നിങ്ങൾ ഇറങ്ങിക്കോ. താമസിക്കല്ലേടി. ഇല്ല, നീ ചെല്ലേ. കവിതകളാ കനവുകളാ കയൽവിഴിയേ நான் நிகழ்வதுவா கடந்ததுவா பதில் மொழியே உன்னோடு நெஞ்சம் உறவாடும் வேளை தண்ணீர் கமலம் தானா முகம் காட்டு நீ முழுவெண் பனி ஓடாதே நீ മക്കൾ ഇറങ്ങും മുമ്പ് പൂജാമ്മൽ കയറി വിളക്ക് വെച്ചിട്ട് പോണം കേട്ടോ. ആ മുത്തി, അക്കുമോൾ എവിടെ? ഞാൻ ദേ വന്നു നീലച്ച. വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ മൂടിയിഴ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ. നല്ല ഭംഗിയുണ്ട് മക്കളെ കാണാൻ. കണ്ണു തട്ടാതിരിക്കട്ടെ. പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ചിട്ട് പോകാൻ നോക്കെല്ലാവരും. പോവാ. അയ്യോ, അനുഷേട്ടൻ വന്നില്ല. ഞാൻ വന്നു മക്കളെ, പോവാം. ആ പോവാം. പൊളിച്ചല്ലോ നിവിക്കൊച്ചേ, സാരി നന്നായി ചേരുന്നുണ്ട് നിനക്ക്. അല്ലാതെ ഇവിടെ ചിലരെ പോലെയല്ല. ഇറങ്ങാ. നീ വരുന്നില്ലേ നിവി? ദാ ഇറങ്ങി. മുത്തി ഇറങ്ങുവാട്ടോ. ചേച്ചി വരുന്നില്ലേ? വരാം, ഞാൻ വണ്ടിയുടെ കീ ഒന്ന് എടുത്തിട്ട് വരാം. അതെന്തിനാ? അനുഷേട്ടന്റെ കാറുണ്ടല്ലോ, അതിൽ വാ. അനുഷേട്ടാ, ചേച്ചിയും കൂട്ടിക്കൊണ്ടുപോ. ആ വരാൻ പറ. ആദ്യമായി നാം തമ്മിൽ കണ്ടൊരാ നാളിന്റെ പുലരുന്നു വീണ്ടും നീ ചിരിയോടെ നിർമ്മലം നിൻ കണ്ണിൽ നിറഞ്ഞങ്ങു കണ്ടു ഞാൻ ഇളം വെണ്ണിലാവിന്റെ തളിർമാല്യം കൺമണി നിൻ മഞ്ഞണിയും നാളിൽ പൊൻവെയിലിൻ തീരിൽ ഞാനും പകരരുളേ നിന്നിൽ. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ നമ്മൾ. ഇവിടെ നിൽക്കാനാണോ പ്ലാൻ? അങ്ങോട്ട് പോകണ്ടേ? പോണം, പക്ഷെ അമ്മച്ചിയും ഏട്ടനും വന്നിട്ട് വേണം കയറാൻ തുടങ്ങാൻ. അവർ വരുമ്പോൾ വരട്ടെ, ഞാൻ കയറാൻ തുടങ്ങുക. നീ വരുന്നുണ്ടെങ്കിൽ വാ വേദേ. എടി നിക്ക്, ഇതാ അവരിങ്ങെത്തി. അമ്മൂസി, എന്താ താമസിച്ചേ? അതെനിക്കൊരു കോള് വന്നു, അത് സംസാരിച്ചു ടൈം പോയതാണ്. അല്ല, നിങ്ങൾ കയറാൻ തുടങ്ങിയില്ലായിരുന്നോ? അതെങ്ങനെയാ? തമ്പുരാൻ വരാതെ അങ്ങോട്ടില്ലെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നല്ലോ. ഒന്ന് നിർത്തക്കൂ, നമുക്ക് പോയാലോ? പോകാം. പൂജക്കുള്ള സാധനങ്ങൾ എടുത്തില്ലേ? അതൊക്കെ ഇന്നലെ എത്തിച്ചു. പിന്നുള്ളത് അവിടെ ഉള്ളവർക്ക് കൊടുക്കേണ്ട ഡ്രസ്സൊക്കെയാണ്. അത് വണ്ടിയിലുണ്ട്, അത് എടുക്കണം. അത്രേ ഉള്ളൂ. ഇനിയപ്പോ നിക്കണ്ട, കയറാൻ തുടങ്ങിക്കോ. സൂക്ഷിച്ച് കയറി വന്നോ, നല്ല വഴുക്കുണ്ട്. ഇവിടെ നിന്നെങ്ങാനും താഴെ പോയാ പൊടി പോലും കിട്ടില്ല.
ആദ്യമായിട്ടൊന്നല്ല മോനെ ഈ പാറൊക്കെ കയറുന്നത്, ചുമ്മാ പഠിപ്പിക്കാൻ വരല്ലേ. അമ്മേച്ചി ഇത്രയും പറഞ്ഞത് മാത്രമേ അമ്മൂന്റെ ഓർമ്മയുള്ളൂ. ഒറ്റ പോക്കായിരുന്നു. പക്ഷെ താഴെ പതിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തത് കണ്ട് അമ്മു കണ്ണു തുറന്നു നോക്കി. അപ്പോൾ കണ്ടത് നിനക്ക് നോക്കി നടന്നൂടെ ചേച്ചി? അതെങ്ങനെയാ? എടുത്താൽ പൊങ്ങാത്തൊരു കുന്തോ എടുത്ത് നടക്കുമ്പോൾ സൂക്ഷിച്ചു നടക്കണ്ടേ? ഇപ്പൊ ഞാൻ പിടിച്ചത് കൊണ്ട് ഒന്നും പറ്റിയില്ല. ഇല്ലായിരുന്നെങ്കിൽ താഴെ കിടന്നാനേ. അത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കില്ല? അതെങ്ങനെയാ? വർത്താനം പറഞ്ഞ് നടന്നാൽ ചുറ്റുള്ളതൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. നേരെ നോക്കി നടക്കാൻ പഠിച്ചിട്ടില്ല ഇതുവരെ. ഇനി എന്റെ മുഖത്ത് നോക്കി നിൽക്കാതെ നടക്കാൻ നോക്ക്. ഇവരിപ്പോ എന്താ നടന്നേ? എന്തു നടക്കാൻ? ചേച്ചി ഒന്ന് വീഴാൻ പോയി, അനിയൻ പിടിച്ചു, അത്ര തന്നെ. അത് നോക്കി നിൽക്കാതെ വാ, ഇല്ലെങ്കിൽ യാത്രയായാലും വീട് പിടിക്കില്ല. എടി, അങ്ങ് മുകളിൽ വരെ പോയി പൂജ നടത്തണോ? ഇവിടെ എങ്ങാനും ചെയ്താ പോരെ? കയറാൻ വയ്യാത്തത് കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്, ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് പൂജ ചെയ്തോ, ഞങ്ങൾ പോയിട്ട് വരാം. പിന്നെ ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാ കേക്കണേ. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നമുക്ക് മേളിൽ പോയി തന്നെ പൂജ ചെയ്യാം. വെറുതെ എന്തിനാ? പരീക്ഷിക്കണമെന്നല്ലേ? അതെ, അതാ ഉദ്ദേശിച്ചത്. ഒന്ന് കേറി പൊടി. അല്ലടി, ഇവിടെ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് വന്ന് പൂജ ചെയ്യണമെന്ന് പറയുന്നത് എന്തിനാ? എന്തെങ്കിലും ചരിത്രം ഉണ്ടാവുമോ? കാണണമല്ലോ. ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ വന്ന് പൂജ ചെയ്ത് ഉത്സവം തുടങ്ങുന്നേ. ഇതിന്റെ പിന്നിലെ പൊരുൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. മുത്തിയോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് അറിയാമായിരിക്കും. എന്തായാലും വീട്ടിൽ വന്നിട്ട് മുത്തിയോട് ചോദിക്കാം. കയറി കയറി അവസാനം എത്തിയല്ലേ? നമുക്ക് മുമ്പ് പോന്ന അമ്മൂച്ചയും മനുഷ്യനെയും കാണാനില്ലല്ലോ. പിള്ളേരെ, ഇങ്ങോട്ട് വാ. അമ്മൂസേ, പൂജാരി വന്നില്ലേ? അതൊക്കെ നേരത്തെ എത്തി. നിങ്ങൾ കൂടി വന്നാൽ തുടങ്ങാം. എല്ലാരും വന്നു, എങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകാം. അല്ല തിരുമേനി, ഇവിടെ എന്താ ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്നേ? അത് കുറെ ആയില്ലേ കുട്ടികളെ ഇവിടേക്ക് വന്നിട്ട്. നിങ്ങളുടെ കുടുംബക്കാരില്ലാതെ ഇങ്ങോട്ട് കയറാനും എനിക്ക് പേടിയാ. പിന്നെ 4 വർഷമായില്ലേ ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട്. അത് ശരിയാ. തിരുമേനി ഇവിടെയാണോ താമസം? അതെ കുഞ്ഞെ, താഴെ ഇവിടത്തെക്കാരുടെ കൂടെ തന്നെയാണ് താമസം. ഇപ്പൊ തന്നെ നേരം വൈകി, പൂജ തുടങ്ങാമെന്നാൽ. ശരി തിരുമേനി. കുട്ടികളെ, ഇതിൽ ആരാ മൂത്തയാൾ? ഞാനാണ് തിരുമേനി. ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ കുട്ടി, എന്നിട്ട് ആ പുഷ്പം എടുത്ത് ഇങ്ങോട്ട് വരിക. ശരി തിരുമേനി. അമ്മേച്ചി, അങ്ങോട്ട് ചെന്ന പുഷ്പം എടുത്തു കൊടുക്ക്. പൂജ തുടങ്ങണ്ടേ? ഇവിടെ ഇങ്ങനെ നിൽക്കാതെ. അത് ഞാൻ കേട്ടു, പക്ഷെ എന്തോ എനിക്കങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ആരോ പിടിച്ചു വെക്കും പോലെ. അത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ അനിയനാണ്. കുറച്ചു മുമ്പ് പിടിച്ച കൈ വീടാൻ കുട്ടി മറന്നുപോയി. അതൊന്ന് വിട്ടാൽ പൂജ തുടങ്ങായിരുന്നു. വേണ്ടായിരുന്നു അല്ലേ? ഞാൻ പിടിച്ചത് എൻ്റെ ചേച്ചിയുടെ കൈയല്ലേ, അല്ലാതെ വേറെ ആരുടെയോ അല്ലല്ലോ. പക്ഷെ എൻ്റെ പിണക്കവും ദേഷ്യവും ഇതെല്ലാം കയ്യിൽ നിന്ന് പോയി. ഒന്നും അറിയാത്ത പോലെ നിൽക്കാം, അതാ നല്ലത്. കുട്ടി, ഇങ്ങ് വന്ന് ആ താലത്തിലുള്ള പുഷ്പം എടുത്ത് അമ്മക്ക് സമർപ്പിക്കൂ. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ വന്നിരിക്കൂ, പൂജക്കുള്ള സമയമായി. ശരി തിരുമേനി. നമ്മുടെ പിള്ളേര് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ചെറുതായി ഒന്ന് മണിമംഗലം വരെ പോയാലോ? ബാ, ഒന്ന് പോയി വരാം. ഒന്ന് നിന്നേ. ആരാ? മനസ്സിലായില്ല. എന്റെ വീട്ടിൽ വന്നിട്ട് ഞാനാണെന്നോ? എന്താടാ ചെറുക്ക, നിന്റെ ഭാര്യ ഒന്നും പറഞ്ഞില്ലേ എന്നെ കുറിച്ച്? പറഞ്ഞിട്ടില്ല. ആരാന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ ചിത്ര, നിന്റെ പെണ്ണുമ്പിള്ളയുടെ അപ്പച്ചയായി വരും ഇപ്പോൾ നിന്റെയും. ഓ, ആ അവതാരം ഇതായിരുന്നു. സുഖമല്ലേ അപ്പച്ചി? സുഖം ഉണ്ടായിരുന്നു. കണ്ട നസ്രാണിയും കുറെ ചെക്കന്മാരും കുടുംബം മുടിക്കാനുണ്ടായ സന്തതിയും ഇങ്ങോട്ട് വന്നല്ലോ. അതോടെ അത് പോയി കിട്ടി. അത് എന്നെ കുറിച്ചാണല്ലോ അപ്പച്ചി. അത് പോട്ടെ, ഏതാണ് കുടുംബം മുടിക്കാനുണ്ടായ ആൾ? ആരാണെന്നൊക്കെ എനിക്കറിയാം. അത് വളരെ നന്നായിട്ട് ആമി പറഞ്ഞു എനിക്കറിയാം. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? അത് പിന്നെ ഞാൻ മോനെ ഉദ്ദേശിച്ചല്ല, അൻഷിയുടെ കൂടെ ഉണ്ടല്ലോ 2 എണ്ണങ്ങൾ, അവരെ ഉദ്ദേശിച്ചു പറഞ്ഞതാ. എന്നാ അപ്പച്ചി അങ്ങോട്ട് പോട്ടെ. അതെനിക്ക് മനസ്സിലായില്ലല്ലോ അമ്മച്ചി. ഓ സോറി അപ്പച്ചി. മോനൊന്നും വിചാരിക്കല്ലേ, അപ്പച്ചി അവരെ ഉദ്ദേശിച്ച് തന്നെയാ പറഞ്ഞേ. അല്ല അപ്പച്ചി, അപ്പച്ചി പറഞ്ഞത് എന്നളിയും കേൾക്കണ്ടട്ടോ. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവന് പ്രാന്താണെന്ന് അവൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ വെറുതെ അവൻ്റെ വായിരിക്കുന്നത് കേൾക്കണോ? പിന്നെ അവൻ തന്നെ വേണമെന്നില്ലട്ടോ, ഞാൻ തന്നെ മതി. അവൻ്റെ ഫ്രണ്ടും എനിക്കും അങ്ങനെ തന്നെയാണല്ലോ. അവൻ പറയുന്നത് പോലെ ആകില്ല. അപ്പോ അപ്പച്ചി ചൊറിയാൻ നിൽക്കാതെ പോ.
ഹലോ ബ്രദർ, അറിയോ? അത് അറിയില്ലല്ലേ? ഞാൻ രഞ്ജി, ഇപ്പോൾ ബ്രോ പറഞ്ഞ അളിയന്റെ ഫ്രണ്ട്. എനിവേ, ആ തള്ളക്ക് കൊടുത്തത് എനിക്കിഷ്ടായി. അത് പിന്നെ എനിക്ക് ആ തള്ളയെ ആമി പറഞ്ഞറിയാം. എനിക്കൊട്ടും ഇഷ്ടമല്ല അപ്പച്ചേ, അതുകൊണ്ടാ കൊടുത്തത്. അല്ല പിന്നെ ആ പുള്ളിക്കാരിയെ കണ്ടപ്പോൾ തോന്നി ഇത്തിരി പ്രശ്നമാണെന്ന്. അല്ല ബ്രോ, ബ്രോ എന്ത് ചെയ്യുന്നു? ഒരു എഫ് എം ഉണ്ട്, അത് അത്യാവശ്യം നന്നായി പോകുന്നുണ്ട്. പിന്നെ ബ്രോ വിളി മാറ്റാൻ കേട്ടോ, അലക്സി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അല്ലു എന്ന് വിളിക്കാം. ഓക്കെ ബ്രോ. ഓ സോറി അല്ലു ചേട്ടാ, അത് വേണ്ട, അലക്സി ബ്രോ അങ്ങനെ വിളിക്കാം. ഓ അതെന്തേലും വിളി. എൻ്റെ അളിയൻ എങ്ങനെയാ, കലിപ്പനാണോ? ആണോന്നോ? ചേച്ചിയെ കൊണ്ടുപോയ സമയം കൈ കിട്ടിയിരുന്നെങ്കിൽ കൊന്നാലേന്നവൻ. മുമ്പിൽ പോയി ചാടാതെ സൂക്ഷിച്ചോ, ഇപ്പോഴും 2 കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അളിയന്റെ മുമ്പിൽ നിന്ന് മാറി നടക്കണം, അതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. അതെ. അപ്പൊ ശരി അലക്സ് ബ്രോ, എനിക്ക് ഇപ്പോൾ ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്, പിന്നെ കാണാം. ഓക്കെ രഞ്ജി, ബൈ. ഇവിടുത്തെ പൂജ കഴിഞ്ഞല്ലോ, പോയാലോ നമുക്ക്? അപ്പോ കുടിയിൽ പോവണ്ടേ? അങ്ങോട്ട് പോകുന്ന കാര്യമാ പറഞ്ഞേ. എന്നാൽ അങ്ങോട്ടേക്ക് ഇറങ്ങാം. തിരുമേനി, ഇവിടെ വന്ന് പൂജ ചെയ്ത് ഉത്സവം തുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അറിയാലോ, മോക്കറിഞ്ഞുകൂടെ? കുറച്ചൊക്കെ അറിയാം, പക്ഷെ എന്താണെന്ന് ശരിയായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞു തരാം കുട്ടി. കുട്ടികളുടെ പൂർവികരുടെ കാലത്ത് ഇവിടൊക്കെ നല്ല കാടായിരുന്നു. വേട്ടയാടാൻ അവർ വന്നിരുന്നത് ഇവിടെയാണ്. അങ്ങനെയിരിക്കെ ഒരിക്കൽ വേട്ടയ്ക്ക് വന്ന പൂർവികരിൽ ഒരാൾ ഇവിടെ വെച്ച് വയ്യാതാകുകയും കാട്ടുജീവിയുടെ മുന്നിൽ പെടുകയും ചെയ്തു. അവയുടെ ആക്രമണത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു. അയാൾ അവൾക്ക് തന്നെ ജീവൻ രക്ഷിച്ചതിന് പകരം പണം വാഗ്ദാനം ചെയ്തു. പക്ഷെ അവൾ അത് സ്വീകരിച്ചില്ല. കൂടാതെ അവനൊരു കാര്യവും പറഞ്ഞിരുന്നു, വീട്ടിലെ ഏറ്റവും പ്രധാന ചടങ്ങിന് ഇവിടെ വന്നായിരിക്കണം തുടങ്ങേണ്ടതെന്ന്. അന്നും ഇതേപോലൊരു ഉത്സവകാലമായിരുന്നു. അദ്ദേഹത്തിന് അപ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് പ്രശ്നം വെച്ചപ്പോൾ മനസ്സിലായി തന്നെ രക്ഷിച്ചത് സാക്ഷാൽ പാർവതി ദേവിയാണെന്ന്. അന്നു മുതൽ ഇന്ന് വരെ ഇവിടെ വന്ന് പൂജ ചെയ്ത് ഉത്സവം തുടങ്ങാറുള്ളൂ. പറഞ്ഞു കുടിയെത്തി. അവരെ കണ്ടതും അവിടെ ഉള്ളവർക്കെല്ലാം സന്തോഷമായി. പിന്നെ അവർ എല്ലാവർക്കും ഡ്രസ്സ് കൊടുത്തു കുറെ നേരം അവരുടെ കൂടെ ചിലവാക്കിയാണ് അവർ 7 പേരും തിരികെ മടങ്ങിയെത്തിയത്. അവർ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ സമയം 7 കഴിഞ്ഞിരുന്നു. ആരോടേട്ടാ? സിദ്ധേട്ടായി? ഓർമ്മയുണ്ട് അല്ലേ? ഇപ്പൊ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പിന്നെ കാണാം. അക്കു, എടി ഒന്ന് വാതിൽ തുറക്കോ. എടി ഒന്ന് എണിറ്റേ, എല്ലാവരെയും താഴെ വിളിക്കുന്നു. തബല കൊട്ടണ്ട, വരുക. എന്താ നിവി, ഒന്ന് ഉറങ്ങി വന്നതായിരുന്നു. അതിൻ്റെ ഇടക്ക് എന്താ അവർക്ക് പറയാനുള്ളത്? എന്റെ പൊന്നു കുഞ്ഞ്, എനിക്കെങ്ങും അറിയാൻ വയ്യ. നീ മുഖം കഴിക്കുവാ. ഹാ, നീ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. പോവാ നിവി. ഹാ, ഇറങ്ങാം. അവമ്മ ഇറങ്ങിയോ? ആ, മുത്തി വിളിച്ചപ്പോ തന്നെ ഇറങ്ങി. നിന്നെ വിളിച്ചുകൊണ്ട് ഇറങ്ങാൻ നിന്നത് കൊണ്ട് ഇത്രയും താമസിച്ചേ. എന്നാ വാ, ഇപ്പൊ തന്നെ എല്ലാവരും വന്ന് കാണും. നീ വാ, ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ സഭ ഇങ്ങോട്ട് വരും. ആ, എല്ലാവരും എത്തിയല്ലോ. ഉത്സവം തുടങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഓരോരുത്തരോടായി പറഞ്ഞു ഏൽപ്പിക്കാനാണ് ഞാൻ വിളിച്ചത്. മുത്തി പറഞ്ഞോളൂ. നമ്മുടെ കാവും പരിസരവും വൃത്തിയാക്കേണ്ടത് വേദും ജിത്തുമോനും കൂടിയാണ്. നിവിമോൾ മുകളിലെ നിലവറ വൃത്തിയാക്കേണ്ടത്. കൂട്ടിന് അമ്മുനെയും ആമിനെയും വിളിക്കാം. പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ വൃത്തിയായിട്ട് വേണം കയറാൻ. അവിടെ ഉത്സവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അവിടെയുള്ള കുഞ്ഞറ ആരും തുറക്കരുത്. പിന്നെ അക്കുമോളെ, നീ മനക്കൽ പോയി അവിടെ ആചാരപ്രകാരം തന്നെ വിളിക്കണം. കൂടെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടു പോക്കോ. അൻഷിമോനെ, ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ ആരെങ്കിലും ഒരാൾ പോയി ശാന്തി മഠത്തിലെ ആളെ പോയി കാണണം. ഉത്സവത്തിൻ്റെ പ്രധാന കർമ്മി അവിടെ നിന്ന് തന്നെ ആവണം എന്നുള്ളത് ആചാരമാണ്. എല്ലാം ചെയ്യാം മുത്തി. പിന്നെ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം. ആരുവിൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യണം. അതാര് ചെയ്യണമെന്നാ മുത്തി? അതിനല്ലേ എന്റെ മോൻ ഇവിടെ ഉള്ളത്. എന്റെ കുഞ്ഞ് ചെയ്തോളും. അത് തന്നെയാണ് ഞാനും പറയാൻ വന്നേ. അത് നാളെ തന്നെ വേണം. അതിനുള്ള കർമ്മിയെ ഗോപി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചടങ്ങിൽ നിന്നും ആരും മാറി നിൽക്കാൻ പാടില്ല.
എന്നാൽ എല്ലാവരും കഴിക്കാൻ വരൂ. ആ കുട്ടികളെയും കൂടെ വിളിക്കുക അൻഷി. നിന്റെ കൂട്ടുകാർ എന്താ ഇങ്ങോട്ട് വരാത്തത്? അത് പിന്നെ രഞ്ജിക്കൊരു മീറ്റിംഗ് ഉണ്ട്, പിന്നെ ദർശു എന്തോ ഫയൽ ചെക്ക് ചെയ്യുന്നു, അതുകൊണ്ടാണ് വരാത്തത്. ഓ, വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. മോൾ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മുത്തി, ഞങ്ങൾക്ക് കഴിക്കാൻ പോകണ്ടെന്ന് ഇവരോട് ചോദിച്ചതാ. അതിന് നിങ്ങൾ എന്തിനാ പുറത്ത് പോകുന്നേ? ഇവിടെ തന്നെ കഴിക്കാലോ. അത് വേണ്ട മുത്തി, ഇവിടെ വലിയ വലിയ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാകും. കൂട്ടത്തിലെ ഒരാളെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഫുഡ് വേണ്ട. ഇറങ്ങാം. നേരെ കനാരച്ചേട്ടന്റെ തട്ടുകട. ഇന്നിനി പോകണ്ട മക്കളെ. വേണ്ട മുത്തി, പിന്നെ പുറത്ത് പോയി വേണ്ടാത്തതൊന്നും കഴിക്കാൻ നിൽക്കില്ല. പോയിട്ട് വരാം. എല്ലാവരും വാ, കഴിക്കാനിരിക്കാം. നാളെ ആമിയും അമ്മും അവരുടെ കൂട്ടുകാരുടെ കല്യാണം കഴിഞ്ഞു വരും. ആരെങ്കിലും ഒന്ന് പോയി കൊണ്ടുവരുമോ? അത് കുട്ടികൾ ആരെങ്കിലും കൊണ്ടുവന്നോളും. ഇപ്പൊ കഴിക്കൂ. അടിപൊളി. എന്താടാ, അതൊരു പണിയല്ലേന്നൊരു സംശയം. എന്തുകൊണ്ട്? അതൊക്കെ നീ കണ്ടറിഞ്ഞോ? അവൾമാരെക്കാളും ഇളയതായത് നന്നായി. ഹോ, പക്ഷെ ആരോഗ്യമായിട്ടും പെട്ടു. കോഴിയാണോടാ? അതിക്കും മേലെ. എന്താ ഇവിടെ? അതൊന്നുമില്ല മുത്തി, ചെറിയൊരു ഡൗട്ട്, മനസ്സിലാക്കി കൊടുത്തതാ. വേദേ, ഒന്ന് വാടാ. നീ ഇറങ്ങിക്കോ, ഞാൻ എത്തി. ആരാ കർമ്മം ചെയ്യുന്നേ? ഞാനാണ്. എന്നാ വരിക. കുളിച്ച് ശുദ്ധമാണല്ലോ അല്ലേ? അതെ. എന്നാൽ വിഘ്നേശ്വരനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചടങ്ങുകൾ ആരംഭിക്കാം. मम उपात्त समस्त दुरिदक्षयद्वारा पितृपरम्परा प्रीत्यर्थं पार्वणश्राद्धम् अहं करिष्ये. गंगे च यमुने चैव गोदावरी सरस्वती नर्मदे सिन्धु कावेरी जलेऽस्मिन् सन्निधिं कुरु. ലക്ഷ്മി അമ്മേ, ഈ കുട്ടി മരിച്ച ആളുടെ ആരായിട്ട് വരും? സഹോദരൻ. ഇയാളല്ല ലക്ഷ്മി അമ്മേ, ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ആൾ. കർമ്മം ചെയ്യേണ്ടത് അത് ഏതായാലും ഈ കുട്ടിയല്ല. പിന്നിപ്പാരാ? അൻഷിമോനോ വേറെ ആരെങ്കിലും ആണോ? അവർ ആരുമല്ല, അക്കുമോളോടാണ് ഇവിടെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അമ്മേ, അത് നീ ഒന്നും പറയണ്ട അമ്പി, അവൾ തന്നെ ചെയ്തോളും. ആരാ ഈ പറഞ്ഞ കുട്ടി? ഞാനാണ്. കുട്ടി തന്നെ മതി, ഇങ്ങോട്ട് വരിക. പക്ഷേ ചെല്ലടി. വിഘ്നേശ്വരനെ മനസ്സിൽ പ്രാർത്ഥിച്ചു ആ തൂഷണിനയിൽ കുറച്ച് മലരും കൽക്കണ്ടവും പഴവും ഇടുക. അവിടെ ഇരിക്കുന്ന പവിത്രം വെള്ളത്തിൽ മുക്കി വലതു കൈയിലെ മോതിര വിരലിടുക. എള്ളും പൂവും ചന്ദനവും കൈയിലെ കിണ്ടിയിലെ വെള്ളത്തിൽ ഇട്ട് 2 കൈയും കൊണ്ട് അടച്ചു പിടിക്കുക. കണ്ണടച്ചുകൊണ്ട് ഈ പറയുന്ന മന്ത്രം ചൊല്ലുക. ഓം ഗംഗായേ നമഃ. ഓം ഗംഗായേ നമഃ. നിർത്ത്. എന്റെ മോളുടെ മരണത്തിന് കാരണമായവളുടെ കൈകൊണ്ട് തന്നെ എന്റെ കുഞ്ഞിന് കർമ്മം ചെയ്യിക്കുന്നോ? രവി മാമ, എന്റെ മോളെ കൊന്നിട്ട് ആ കൈകൊണ്ട് തന്നെ നീ അവൾക്ക് ബലിയിടുന്നോ? കുഞ്ഞിന്ന് വിളിച്ച് പിറകെ നടന്നതിനാണോ നീ എന്റെ കുട്ടിയെ? അതോ അമ്മയില്ലാത്ത നിനക്ക് അമ്മയുടെയും ചേച്ചിയുടെയും സ്നേഹം തന്നത് കൊണ്ടോ? എന്തിനു വേണ്ടിയാ എന്നെ ആദ്യം അച്ഛാന്ന് വിളിച്ച എന്റെ പൊന്നുമോളെ കൊന്നത്? എന്നിട്ട് ഒരു മനസാക്ഷിയില്ലാതെ അവൾക്ക് ബലിയിടുന്നു. ഇറക്കി വിട്ടതല്ലേ നിന്നെ? എന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? വീണ്ടും വന്നേ? എന്നെയും അമ്പിയെയും ഇവിടെ ഉള്ളവരെയും വേദനിപ്പിക്കാനോ? അതോ ഇവിടെ ആരെങ്കിലും കൂടെ കൊല്ലാനോ? രവി മാമ, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്ന് പറയുന്നു നീ മോളെ. നീ ഇവളെ വിശ്വസിച്ച് കൂടെ നിൽക്കല്ലേ, നിന്നെയും കൊല്ലും. ഇവക്ക് വേണ്ടത് ഇവിടെയുള്ള ഏക പെൺതരി എന്ന സാധനമാണ്. അതിനുവേണ്ടി അവൾ എന്തും ചെയ്യും. രവി മാമ, എന്തും പറയാമെന്ന് കരുതി നിങ്ങൾ എല്ലാവരും ഇപ്പോൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എൻ്റെ ആര് ചേച്ചിനെ ഞാൻ കൊന്നു എന്നാണ്. എത്ര തവണ ഞാൻ പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഞാൻ ഇപ്പോഴും കൊലയാളിയാണ്, അതും എൻ്റെ ചേച്ചിയുടെ.
നീയല്ലെന്ന് പറഞ്ഞ ഞാനത് വിശ്വസിക്കില്ല ഒരിക്കലും. അല്ലെങ്കിൽ നീ തെളിയിക്കണം. അത് മാത്രം പോരാ, അത് ചെയ്തത് ആരായാലും എന്റെ കൺമുന്നിൽ കിട്ടണം. അന്ന് ഞാൻ നിന്നെ പഴയ പോലെ വിശ്വസിക്കാം, അന്ന് മാത്രം. ഈ ഉത്സവം തീരുന്നെന്ന് ആർച്ചിച്ചിയുടെ കൊലയാളിയെ രവിമാമയുടെ മുന്നിലുണ്ടാകും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അക്കു ഈ തറവാടിനെ പടി ചവിട്ടില്ല ഒരിക്കലും. എന്തു വന്നാലും ഇത് അക്കുവിൻ്റെ വാക്കാ. ഇത് ഞാൻ രവിമാമക്ക് തരുന്ന വാക്കല്ല, എൻ്റെ ആരുചേച്ചിക്ക് കുഞ്ഞു കൊടുക്കുന്ന വാക്കാ. അവളുടെ മാത്രം വാക്കല്ല, ഞങ്ങളുടെയും. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിനുള്ള പരിഹാരം പണിക്കരോട് ചോദിച്ചിട്ട് ചെയ്യാം. തൽക്കാലം പൊക്കോളൂ. നീയൊക്കെ എന്തിനാ ഞാൻ പറഞ്ഞത് ഏറ്റുപിടിക്കാൻ പോയേ? ഇനി എനിക്കത് തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അങ്ങനെ വരൂല. എൻ്റെ മനസ്സ് പറയുന്നു നമ്മൾ ഇവിടുന്ന് പോകുന്നത് നിന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടായിരിക്കുമെന്ന്. ഇനി അതൊന്നും നടന്നില്ലെങ്കിൽ നിന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ഞങ്ങൾ സമ്മതിക്കുമെന്ന് കരുതിയോ? അത് പറഞ്ഞപ്പോൾ സിംഗുലറായി പോയതാ. പക്ഷെ എവിടെ പോയാലും നിന്റെ കൂടെ ഞങ്ങൾ കാണും. രക്ഷപ്പെടാൻ സമ്മതിക്കില്ലല്ലേ? ഇല്ല. അടിപൊളി. ആദ്യമായി നാം തമ്മിൽ കണ്ടൊരാ നാളിന്നിൽ പുലരുന്നു വീണ്ടും നിൻ ചിരിയോടെ. നിർമ്മലം നിൻ കണ്ണിൽ നിറഞ്ഞു കണ്ടു ഞാൻ ഇളം വെണ്ണിലാവിന്റെ തളിർമാല്യം. കൺമണി നിൻ മഞ്ഞണിയും നാളിൽ പൊൻവെയിലിൻ തീരിൽ ഞാനും പവരരുളേ നിന്നിൽ. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ നമ്മൾ. എന്തൊക്കെയാ അനുഷി ഇവിടെ നടക്കുന്നേ? അഗ്നി ആരെ കൊന്നു? അവൾ അത് ശരിക്കും ചെയ്തോ? അതോ അവൾ പറയും പോലെ അവളൊന്നും ചെയ്തിട്ടില്ലേ? ഇവിടെ വന്നപ്പം മുതൽ കുറെ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതുള്ളതാണെന്ന് തന്നെയാ ഞാനും വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. പക്ഷെ ആരെയോ ആ കുട്ടി കൊന്നു എന്ന് പറഞ്ഞതോ? അത് പറയണമെങ്കിൽ ഞങ്ങളുടെ ആരുചേച്ചി ആരായിരുന്നെന്നറിയണം. അതിനുപരി അഗ്നി എന്ന ആരുചേച്ചിയുടെ മാത്രം കുഞ്ഞിയെ കുറിച്ച് അറിയണം. ഇനിയും കുറെ സമയമുണ്ട്. നീ പറ, കേൾക്കാൻ ഞങ്ങൾ റെഡി. ദേവി സരസ്വതി മായേ എന്റെ നാവിൽ സ്വരാക്ഷരം നീയേ. ദേവി സരസ്വതി മായേ എന്റെ നാവിൽ സ്വരാക്ഷരം നീയേ. നാഭിയിൽ നാദമാം തായേ ദേവനാൻ മുഖൻ തന്നാത്മജായേ. ദേവി സരസ്വതി മായേ എന്റെ നാവിൽ സ്വരാക്ഷരം നീയേ. ഹൃദയമണി പത്മത്തിലമരുമൊരു സൗവർണ തിലകമതു നീ തന്നെ അമ്മേ. പ്രണവമയമാകുന്ന നിൻ വീണമീട്ടുന്ന മധുനുകരുമെൻ ജീവനമ്മേ. അനവരതമരിവരുളുകമ്മേ. ദേവി സരസ്വതി മായേ എന്റെ നാവിൽ സ്വരാക്ഷരം നീയേ. എന്റെ നാവിൽ സ്വരാക്ഷരം നീയേ. എന്റെ നാവിൽ സ്വരാക്ഷരം നീയേ. രാവിലെ തന്നെ ആര്യമ്മളുടെ ഒരു പാട്ട് കേൾക്കുന്നത് ഒരു സുഖമാണല്ലോ ജാനി ചേച്ചി. അത് ശരിയാ. അമ്പി മോളൊന്ന് പോകുന്നുണ്ടോ ഓഫീസിൽ? ഉണ്ടാകില്ല ജാനി, അവളുടെ കുട്ടിപ്പട്ടാളങ്ങ് എത്തല്ലേ. ഇനി അവർ പോകാതെ അവളെങ്ങും പോവില്ല. ഓ, അതുങ്ങൾ വന്നോ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്? ആ അക്കുവ നിവിമോനെയും ജിത്തുമോനെയും വേദുമോനെയൊക്കെ ചീത്താക്കുന്നത്. രാവിലെ തന്നെ ചിത്രാമ്മ എന്റെ കുഞ്ഞിന്റെ കുറ്റം പറഞ്ഞിറങ്ങിയതാണോ? വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി
നിനക്ക് എന്തെങ്കിലും പ്രശ്നം അവൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ, പിന്നെ എന്താ? വന്നു അവളുടെ രക്ഷക. നീ ഇങ്ങനെയൊക്കെ അവളെ കൊണ്ട് നടന്നു, അവസാനം അവൾ നിനക്ക് തരും. അന്ന് നിനക്ക് മനസ്സിലാകും. പിറന്നപ്പോൾ തന്നെ അമ്മയെ കൊന്നിട്ട് വന്നതല്ല അവള്. നിർത്തിക്കോ. അവളെ ഞാൻ ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് വന്നാലും ഞാൻ സഹിച്ചു. അതിലാരും വിഷമിക്കണ്ട. പിന്നെ അവള് പിറന്ന അന്ന് തന്നെ ഇന്ദിരമ്മ മരിച്ചൊന്നുമില്ലല്ലോ. 1 മാസം കഴിഞ്ഞല്ലേ മരിച്ചത്. മരിച്ചതാണോ കൊന്നതാണോ എന്ന് ആർക്കറിയാം. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ അവൾ വളർന്നത് 4 അമ്മമാരുടെ കൂടെയാണ്. പിന്നെ ചിത്രാമ്മയ്ക്ക് പറ്റുവാണെങ്കിൽ ആമിയും അമൃതയും ഒന്ന് നിലക്ക് നിർത്ത്. അല്ല പിന്നെ രാവിലെ തന്നെ എൻ്റെ കൊച്ചിനെ പറയാൻ വന്നിരിക്കുക. അമ്മേ, ഞാൻ പോവാ, ആ പിള്ളേരെ വിളിക്കട്ടെ. ബാക്കിയുള്ളതൊക്കെ എഴുന്നേറ്റാലും എന്റെ പുത്രി എഴുന്നേക്കൂല. ഉറക്കത്തിന്റെ അസുഖമുള്ളതാണേ. അതൊക്കെ ഞാൻ എഴുന്നേപ്പിച്ചോളാം. ലളിതാമ്മ എവിടെ? അവൾ നമുക്ക് മരുന്ന് കൊടുക്കാൻ പോയി. എന്നാ ശരി, ഞാൻ പോയി അവരെ വിളിക്കട്ടെ. ഇന്ന് എന്റെ കൂടെ അമ്പലത്തിൽ വരുന്നു എന്ന് പറഞ്ഞതാ. അതുങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്തോ? കാണുമായിരിക്കും. പിന്നെ മോളെ, ആരോനും മനുഷ്യയും എന്നാ വരുന്നത്? അതുങ്ങളുടെ കാര്യമൊന്നും പറയണ്ട. അവരുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കാര്യമായിട്ട് വരുന്നാ പറഞ്ഞ്. പിന്നെ അമ്മു മീറ്റിംഗ് കഴിഞ്ഞ് നാളെ വരും. എന്തായാലും എല്ലാവരോടും നേരത്തെ വരാൻ പറ. അമ്മ ഇന്നും കൂടി പറഞ്ഞു എന്തോ കാര്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന്. അവർ വിളിക്കുമ്പോ പറയാം. പിന്നെ നിങ്ങൾക്കും പറയാം അവരോട്. അതെന്തായാലും നീ പറയുന്ന പോലെ ആവില്ല. നീ അവരുടെയൊക്കെ ചേച്ചിയല്ലേ. എല്ലാത്തിനും ഇത്തിരി പേടിയുണ്ട് നിന്റെ അക്കുമോക്കൊഴികെ. എന്നിങ്ങനെ പൊക്കാതെ ഞാൻ പോയിട്ട് അതുങ്ങളെ വിളിക്കാം. പിന്നെ ചായ ആയാൽ തന്നേക്ക് പുരുഷ പ്രജകൾക്ക് കൊണ്ടു കൊടുക്കാം. എന്നാൽ ഇത് കൊണ്ട് പൊക്കോ. പിന്നെ ഏതമ്പലത്തിലാ പോകുന്നത്? തെക്കോട്ടെന്ന് പറഞ്ഞാൽ വടക്കോട്ട് പോകുന്ന സ്വഭാവമായതുകൊണ്ട് ചോദിച്ചതാ. അത് കുടുംബക്ഷേത്രത്തിലേക്കാ. അങ്ങോട്ട് തന്നെ പോയിക്കോണേ. ഉറപ്പായിട്ടും പോവാണേ. പോകുന്നതിന് മുമ്പ് പറയണേ, 2 വഴിപാടുണ്ട്. കുഞ്ഞെ എഴുന്നേറ്റ്, സമയം ഒരുപാടായിട്ടുണ്ട്. എന്റെ പൊന്നു ആരോമല്ലേ, ഒരു 10 മിനിറ്റും കൂടെ. ഇപ്പൊ തന്നെ ഇട്ടിട്ട് എങ്ങോട്ട് പോകാനില്ലല്ലോ. അത് ശരി, അമ്പലത്തിൽ എന്റെ കൂടെ വരാന്ന് നീ പറഞ്ഞതല്ലേ കുഞ്ഞി ഇന്നലെ? അത് മറന്നോ? അല്ലേലും പഠിക്കാൻ പോയാൽ പിന്നെ നീ ചില സമയത്ത് പല കാര്യവും മറക്കാറുണ്ട്. എന്റെ പൊന്നു ആരോമേ, രാവിലെ തന്നെ സെന്റി, അതും എന്റെ അടുത്ത്. ഇനി അതിന്റെ പേരിൽ ഈ മുഖം വീർപ്പിച്ചിരിക്കണ്ട. അല്ലെങ്കിലേ കാണാൻ ലുക്കില്ല. ഇതും കൂടി ആയാൽ പൂർത്തിയായി. നീ പോടി, എനിക്ക് അത്യാവശ്യം ലുക്കുണ്ട്, അത് മതി കേട്ടാ. ശരി, അതെ, എന്നെ ആ വാഷ്റൂം വരെയും കൊണ്ടാക്കി തരോ? നല്ല കാര്യമല്ലേ. പിന്നെ കുഞ്ഞു കൊച്ചല്ലേ, വേണം എനിക്ക് കൊച്ചേ. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. ആരും അമ്മേ കളിക്കാതെ എനിക്ക് കൊച്ചേ. ആരോമ്മന്റെ ചുന്തിരിയല്ലേ, പഞ്ചാരയല്ലേ, ചക്കരയല്ലേ, ഒന്നവിടെ വരെ കൊണ്ടാക്കിത്താ. എന്നാൽ ഞാൻ നല്ല കുട്ടിയായിട്ട് അമ്പത്തി വരാം. വരുമോ? ഉറപ്പായിട്ടും. എന്നാ ബാ. എന്റെ പൊന്നു കുഞ്ഞി, കട്ടിൽ നിന്ന് കുറച്ച് ദൂരല്ലേ വാഷ്റൂമിലേക്ക്. അവിടെ നിന്ന് ഇവിടം വരെ നടക്കാൻ മടിയുള്ള നീ എങ്ങനെയാ എന്റെ കൂടെ അമ്പലത്തിൽ വരുന്നേ? അതൊക്കെ സിമ്പിൾ അല്ലേ. ഇപ്പൊ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ മടിയായത് കൊണ്ട് പറഞ്ഞതല്ലേ. സ്റ്റോപ്പെത്തി, ഇറങ്ങിക്കോ. ആ പല്ലൊന്ന് തേച്ചിട്ടായിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു. ഓ, ഇനി പല്ല് തേച്ച് കുളിച്ച് കഴിഞ്ഞ് ഉമ്മ വെക്കാൻ നീ സിനിമാ നടിയാണല്ലോ. അനക്കിതൊക്കെ മതി. ഓ, എന്നാ ഞാൻ പോയി റെഡിയാകാം. ഡ്രസ്സൊക്കെ എടുത്തു വെക്കോ ആരമ്മേ. പിന്നെ ഹെവി ഒന്നും വേണ്ടട്ടോ, താങ്ങില്ല. ഓ ശരി മോളെ. ചുരിദാർ എടുക്കാമല്ലേ അതോ പാവാടയാണോ? അതെല്ലാം ആരോമ്മയുടെ ഇഷ്ടം. ആ ശരി, ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടേ. ലളിതാമ്മയുടെ അടുത്ത് പോയിട്ട് വരാം. എന്താ വഴിപാടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ശരി. ആരാരിരാരോ